നമുക്കറിയാം, ഇസ്രായേൽക്കാര് ഈജിപ്തിന്റെ അടിമത്തത്തിൽ 1 അല്ല 2 അല്ല 10 അല്ല 400 വർഷമാണ് അവർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി അറിയാം. ആ ഇസ്രായേൽക്കാര് തന്നെ 400 വർഷം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന് വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും നെല്ലിപ്പലക കണ്ടെത്തിയവരാണ്. അതിൽ നിന്നും രക്ഷ നേടുവാൻ ദൈവം തിരുമനസ്സായി മോശയെ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവരെ മരുഭൂമിയിലൂടെ ആനയിക്കുകയാണ്. കാനാൻ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ആനയിക്കുവാൻ ശക്തനായ ഒരു നേതാവിനെ ദൈവം അവർക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, മോശയുടെ നേതൃത്വത്തില് അവർ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ അവർക്കൊരു പള്ളി വേണം. ദൈവത്തെ ആരാധിപ്പാൻ അവർക്കൊരു കൂടാരം വേണം. അതാണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ദൈവത്തിന് ആരാധന നൽകേണ്ടത് പുരോഹിതരാണ്. അതിനുവേണ്ടി ലേവായ വംശത്തിലുള്ള പുരോഹിതരെ ദൈവം കണ്ടുപിടിച്ച് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, ജനത്തിന് ആരാധിക്കുവാൻ പുരോഹിതന്മാരെ ദൈവം ഏർപ്പാട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമാഗമന കൂടാരത്തില് ധാരാളം ബലികൾ നടന്നു. ദഹന ബലികൾ നടന്നു, രക്തം ചിന്തിയുള്ള പ്രായശ്ചിത്ത ബലികൾ നടന്നു, ധാന്യബലികൾ നടന്നു. എല്ലാ ബലികളുടെയും അടിസ്ഥാനം രക്തം ചിന്തി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക, അവർക്ക് ദൈവത്തിന് പ്രീതികരമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ അവർ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാടിനെ മേൽ എല്ലാ പാപങ്ങളും ഏൽപ്പിക്കപ്പെട്ട് പുരോഹിതൻ ആടിനെ വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അതിനെ അഗാധത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ചിത്രമുണ്ട്. അങ്ങനെ തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ ആ ആട് എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ബലിയായിട്ട് മാറുകയാണ്. ഈ ബലികൾക്കൊക്കെ നൈമിഷികമായ ഒരു വിടുതലുണ്ട്. നമ്മളുടെ ഇടയിലും ഇങ്ങനെയുള്ള ആചാരങ്ങളുണ്ട്. നൈമിഷികമായ വിടുതൽ ഇതിനൊക്കെ ഉണ്ട്. എങ്കിലും ദൈവം ആഗ്രഹിച്ചത് ശാശ്വതമായ ഒരു വിടുതലാണ്, എന്നേക്കുമായ ഒരു പരിഹാരമാണ് ദൈവം ആഗ്രഹിച്ചത്. കാരണം ഇനി വരുവാൻ പോകുന്ന, ജനിക്കുവാൻ പോകുന്ന ലോകം അവസാനത്തോളമുള്ള സർവ്വജനങ്ങളെയും രക്ഷിക്കാനുള്ള ഒരു പദ്ധതിക്കായി ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ കാലത്തിന്റെ തികവിൽ തന്റെ പ്രതിപുരുഷനായ, തന്റെ ഏകജാതനായ, തന്റെ പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണ്. ദഹനബലിക്കോ ധാന്യബലിക്കോ പ്രായശ്ചിത്ത ബലിക്കോ ദൈവത്തെ 100% പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. പാപങ്ങൾക്ക് പരിഹാരമല്ല. അതുകൊണ്ടാണ് എല്ലാ പാപങ്ങളെയും ചുമലിലേറ്റിക്കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരിയിൽ തൂങ്ങി മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം വിശ്വാസത്തില് യേശു മരിച്ചതായി പറയുന്നില്ല. യേശു മരിച്ചതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശു പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചില്ലായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നും പാപത്തിന്റെ പെനാൽറ്റി, പാപത്തിന്റെ പരിഹാരം അനിശ്ചിതത്വത്തിൽ കിടക്കുമായിരുന്നു. സർവജനത്തെയും രക്ഷിക്കാൻ തക്കവണ്ണം തന്റെ പുത്രനായ യേശുവിലൂടെ ദൈവം മഹത്വമായ ഒരു പ്രവൃത്തിയാണ്, പദ്ധതിയാണ് ലോകത്തിന് കാഴ്ചവെച്ചത്.